കല്യാണം കഴിഞ്ഞിട്ട് 2 ആഴ്ചയായുള്ളൂ, പക്ഷേ ഡോക്ടർ പറഞ്ഞു നീ 1 മാസം ഗർഭിണിയാണെന്ന്. ഈസ് ഇറ്റ് പോസിബിൾ? തീർച്ചയായിട്ടും ഇത് സ്വാഭാവികമാണ്. കാരണം നമ്മൾ പ്രഗ്നൻസിയെ ഡേറ്റ് ചെയ്യുന്നത് എപ്പോഴും ലാസ്റ്റ് മെൻസ്ട്രൽ പീരീഡ് വെച്ചിട്ടാണ്. സപ്പോസ് സെപ്റ്റംബർ 1-ാം തീയതിയാണ് ഈ കുട്ടിയുടെ ലാസ്റ്റ് പീരീഡ് വന്നെന്ന് വയ്ക്കുക. ആ കുട്ടി കല്യാണം കഴിച്ചത് സെപ്റ്റംബർ 12-ാം തീയതിയാണ്. ഒരു ഏർലി ഫേസിൽ അവർക്കൊരു സെക്ഷൽ ആക്ട് നടക്കാൻ സാധിച്ചു. അവർ സെപ്റ്റംബർ മാസത്തിലെ പീരീഡ് മിസ് ചെയ്ത് പോയി. പ്രഗ്നൻസി ടെസ്റ്റ് നോക്കിയപ്പോൾ പ്രഗ്നൻസി ടെസ്റ്റ് പോസിറ്റീവ്. അവർ ഡോക്ടറിനെ വന്ന് കണ്ടു. ഡോക്ടർ പരിശോധിച്ച് നോക്കിയപ്പോൾ അവർ പറഞ്ഞു ലാസ്റ്റ് മെൻസ്ട്രൽ പീരീഡ് സെപ്റ്റംബർ 1-ാം തീയതി. സപ്പോസ് ഇപ്പോൾ ഒക്ടോബറിൽ അവർ വന്നിരിക്കട്ടെ. അവർ എത്ര ആഴ്ച ഗർഭിണിയാണ്? 4 ആഴ്ച. കാരണം സെപ്റ്റംബർ 1 തൊട്ട് ഒക്ടോബർ 1 വരെ. പക്ഷെ അവർ കല്യാണം കഴിച്ചിട്ടോ 2 ആഴ്ച. അപ്പം കല്യാണം കഴിച്ച് 2 ആഴ്ച ആയുള്ളൂ എങ്കിലും ഗർഭം 4 ആഴ്ച ആവാം. മനസ്സിലായോ? ഇത് ഒരു മാരിറ്റൽ ഡിസ്കോർഡ് വരെ എത്തുന്ന ഒരു പ്രശ്നമാണ്. ആഗോള പ്രശ്നമായിട്ട് മാറാനും സാധ്യതയുണ്ട്. അതുകൊണ്ട് നമ്മൾ ഒരു യൂണിവേഴ്സൽ ഗവേൺസ്, മെഡിക്കൽ ഗവേൺസ് ആണ് ലാസ്റ്റ് മെൻസ്ട്രൽ പീരീഡ് വെച്ചിട്ടാണ് നമ്മൾ പ്രഗ്നൻസിയെ കൗണ്ട് ചെയ്യാൻ തുടങ്ങുന്നത്. ഒരു 2 ആഴ്ച എപ്പോഴും നമുക്ക് ലിവറേജ് ഉണ്ടാവും. ഓക്കെ, അതുകൊണ്ട് ഇങ്ങനെ ഒരു സംഭവം കേട്ടാൽ ഭർത്താക്കന്മാർ പേടിക്കേണ്ട, ഇതൊക്കെ സ്വാഭാവികമാണ്. ഇങ്ങനെ ആർക്കെങ്കിലും ഒരു പേടി മനസ്സിലെങ്കിലും ഉണ്ടായിട്ടുണ്ടെങ്കിൽ ഒന്ന് കമൻറ്റ് ചെയ്യും. രസമല്ലേ നമ്മുടെ ഒരു ചമ്മൽ നാട്ടുകാർ അറിയുന്നത്?